എവ്രിവൺ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദി ഔട്ട്കാസ്റ്റ് എന്ന കഥയാണ്, വിച്ച് വാസ് റിട്ടൺ ബൈ ശരൺ കുമാർ ലിംബാലെ. ശരൺ കുമാർ ലിംബാലെ വാസ് ബോൺ ഇൻ 1956. He is a Marathi language author, poet, literary critic. അദ്ദേഹം ഒരു മറാത്തി ലാംഗ്വേജിലെ റൈറ്ററാണ്, അദ്ദേഹം ഒരു പോയറ്റാണ്, നല്ലൊരു ലിറ്റററി ക്രിറ്റിക്കും കൂടിയാണ് നമ്മുടെ ശരൺ കുമാർ ലിംബാലെ. അദ്ദേഹം ജനിച്ച 1956. He has penned more than 40 books, but is best known for his autobiographical novel അക്രമാഷി. അക്രമാഷി എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന വർക്ക് എന്നറിയപ്പെടുന്നത്. 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അക്രമാഷി is translated in several other Indian languages and in English. The English translation is published by the Oxford University Press with the title The Outcast. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് അക്രമാഷി എന്ന ഓട്ടോബയോഗ്രഫിക്കൽ നോവലിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദി ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു. His critical work towards an aesthetics of Dalit literature is considered amongst the most important works on Dalit literature. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കാണ് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്, നീചമായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തെ, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ദളിത്സിൻ്റെ ലൈഫാണ് അദ്ദേഹം കൂടുതലായിട്ടും പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരൺ കുമാർ ലിംബാലെ is regarded as the most prolific writers of the contemporary literature, whose literature aim to expose the brutality of upper class in Maharashtra. അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസ് സെൻറ്റർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള അപ്പർ ക്ലാസ് ദളിതിനോട് കാണിച്ചുകൊണ്ടിരുന്ന സമീപനമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ദളിത് റൈറ്റിങ്സിലെ ഒരു പ്രൊലിഫിക് റൈറ്ററായിരുന്നു ശരൺ കുമാർ ലിംബാലെ. Limbale is a socially committed novelist who has produced a good deal of literature. He has written articles and essays on a number of subjects. His novels fall into two categories, namely social and autobiographical. അപ്പോൾ രണ്ട് തരത്തിലുള്ള വർക്കുകളാണ് അദ്ദേഹത്തിന് നെയിംലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള, രണ്ട് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽസും. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ജീവിതത്തെ കാണിക്കുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽസ്. He focused his attention on the sufferings and misery of Dalits of Indian society. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ നീച പ്രവർത്തനമാണ്, അതായത് ദളിതിനോടുള്ള അപ്പർ ക്ലാസ്സിൻ്റെ, ഡൗൺ ക്ലാസ്സിനോടുള്ള ഒരു അപ്പർ കാസ്റ്റാണ് ആക്ച്വലി, അപ്പർ കാസ്റ്റിൻ്റെ ലോവർ കാസ്റ്റിനോടുള്ള സമീപനമാണ്, അവരുടെ സഫറിങ്സ്, അതായത് ഈ ലോവർ കാസ്റ്റ് അനുഭവിക്കുന്ന മിസറി, സഫറിങ്സ് എല്ലാം വരച്ച് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത് തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഹിപ്പോക്രസി, കാസ്റ്റ് സിസ്റ്റം, ദ പ്ലേസ് ഓഫ് ദളിറ്റ്സ്, പോവർട്ടി, ഹങ്കർ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് ആർ ഹിസ് മോസ്റ്റ് കോമൺ തീംസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ദി ഔട്ട്കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇറ്റ്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് OUP ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ദി ഔട്ട്കാസ്റ്റ് എന്നുള്ള പേരിൽ. ഏത് വർക്കിനെ? അക്രമാഷി, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്. ഈ ഓട്ടോബയോഗ്രഫിക്കൽ നോവലിനെ ഒരു ലാൻഡ്മാർക്കായിട്ടാണ്, അതൊരു വലിയൊരു സിമ്പിളായിട്ടാണ് ആക്ച്വലി കീപ്പ് ചെയ്യുന്നത്. എ ലാൻഡ്മാർക്ക് ഇൻ മറാത്തി ലിറ്ററേച്ചർ. ഇറ്റ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ റിട്ടൺ ബൈ ശരൺ കുമാർ ലിംബാലെ. ഇൻ 1984 ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് എ മറാത്തി വേർഷൻ വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ആസ് ദി ഔട്ട്കാസ്റ്റ്. ഇൻ ഇംഗ്ലീഷ് അദ്ദേഹം ഇത് OUP ആണ് ഇത് പബ്ലിഷ് ചെയ്തതെങ്കിലും ഇത് എഴുതിയത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സന്തോഷ് ഭൂംകറാണ് ഇൻ 2003. ഇറ്റ് ഈസ് ഫസ്റ്റ് മറാത്തി ദളിത് ഓട്ടോബയോഗ്രഫി വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഹിന്ദി, കന്നഡ, പഞ്ചാബി, തമിഴ്, മലയാളം ആൻഡ് ഗുജറാത്തി. അപ്പോൾ ഈ ഭാഷകളിലെല്ലാം ഇത് പരിഭാഷ ചെയ്യപ്പെട്ടു. ശരൺ കുമാർ ലിംബാലെ ദി ഔട്ട്കാസ്റ്റ് ഈസ് അബൌട്ട് ആൻ അൺടച്ചബിൾ ഫാമിലി ഇൻ ജനറൽ ആൻഡ് കമ്മ്യൂണിറ്റി സ്ട്രഗിൾസ് ഇൻ പർട്ടിക്കുലർ. അപ്പം ഒരു ജനറലായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ഒരു അൺടച്ചബിൾ ഫാമിലി, ഒരു പുവർ ദളിത് ഫാമിലി അനുഭവിച്ച യാതനകളും ബുദ്ധിമുട്ടുകളുമാണ് ദി ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി സമ്മറി ഓഫ് ദി ഔട്ട്കാസ്റ്റ്.
Limbale portrays the pathetic situation of the life of ദളിത് സ്കൂൾ ബോയ്. അപ്പോൾ ഇതൊരു ദളിത് സ്കൂൾ ബോയ് ആയ നമ്മുടെ ലിംബാലെ തന്നെ ഓട്ടോബയോഗ്രഫിക്കലാണെന്ന് നമുക്കറിയാം. ഒരു ദളിത് സ്കൂൾ ബോയുടെ കഥയാണ് ശരിക്കും ഈ ദി ഔട്ട്കാസ്റ്റ്. ഇൻ ഫാക്ട് ദി സ്കൂൾ ബോയ് റെപ്രസെൻറ്റ്സ് ദി എൻറ്റയർ ദളിത് കമ്മ്യൂണിറ്റീസ്. അതായത് ശരിക്കും ഇതൊരു ഹീ ഈസ് ആക്ച്വലി എ സിംബൽ ഫോർ ഓൾ ദി ദളിത് കമ്മ്യൂണിറ്റി ബോയ്സ്. ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ബോയ്സിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ്, സ്റ്റുഡൻസിൻ്റെ ദളിത് കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഐക്കോണിക് സിമ്പിളാണ്. ദി എക്സ്ട്രാക്ട് ഈസ് ഓൾ അബൌട്ട് ദ പിക്നിക് ആൻഡ് ഫുഡ്. അപ്പോൾ ഈ കഥ ശരിക്കും ഒരു പിക്നിക്കും അവർ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. വൺസ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ സ്റ്റുഡൻസ് ഫോർ ആൻ ഔട്ടിങ്. ഓൾ ചിൽഡ്രൻ വെർ വെരി ഹാപ്പി. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ സ്കൂളിലെ കുട്ടികളെ ഒരു ടൂറിന് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. Mahar children were not informed about the picnic. When they reach the school, they are told to run home and bring some tiffin to be eaten during the picnic. മഹർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികളോട് അവരുടെ ടൂറിനെ പറ്റിയൊന്നും അവരോട് ഇൻഫോം ചെയ്തില്ലായിരുന്നു. അവർ സ്കൂളിൽ എത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ച ടൂർ പോകുന്നുണ്ടെന്നുള്ള കാര്യം. അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഭക്ഷണം എടുത്തിട്ട് വരാൻ പറഞ്ഞു. They came back with ജോഹർ ബാഗരി which was made by grain collected from dung paste and chutney. അപ്പോൾ അവരുടെ ഭക്ഷണമായിരുന്നു ജൗവർ ബഹഗരി എന്ന് പറഞ്ഞ അവരുടെ ഗ്രെയിനിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ഭക്ഷണ സാധനവും അതുപോലെ തന്നെ ചട്നിയുമാണ് അവർ കൊണ്ടുവന്നത്. They joined the group of boys and girls standing in rows. Beaver Bai came holding the stalk of a dry jowar plant. She pulled Pasha from the row and told him that his father had gone to dig pits without eating anything. She instructed to take food for his father or he will strike the whole day. അപ്പോൾ എന്ത് ചെയ്തു, ബിവാര ഭായ് എന്ന് പറഞ്ഞ ആൾ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഡ്രൈ ജോവർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കെട്ടുമായിട്ടാണ് അദ്ദേഹം വന്നത്. ആ വ്യക്തി എന്ത് ചെയ്തു, ആ പെണ്ണുമ്പിള്ള പാഷ്യ എന്ന് പറഞ്ഞ കുട്ടിയെ, ആ മറ്റേ ടൂറിലേക്ക് ലൈനിൽ നിന്നിരുന്ന പാഷ്യ എന്ന് പറഞ്ഞ കുട്ടിയെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ പിതാവ് ഭക്ഷണമൊന്നും എടുക്കാതെയാണ് എങ്ങോട്ട് കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. അപ്പം ഭക്ഷണം കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യൻ ഇത് ഭക്ഷണം കഴിക്കാതിരിക്കും. നിങ്ങളുടെ പിതാവ് ഭക്ഷണം കഴിക്കാതെയായിപ്പോൾ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ട് പോകണം എന്ന് ആര് പറഞ്ഞു? ബിവരാബായി പാർഷ്യയോട് പറഞ്ഞു. All boys and girls moved in a single row with all their teachers. They all were very happy. As they passed the way, they saw Harya sitting on a buffalo who had been taken away from school and put him to work in Girmalia's farm by his father. ദാരിദ്ര്യം മൂലം, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും, ദാരിദ്ര്യമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷങ്ങളും എല്ലാം പോവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹാരിയ എന്ന് പറഞ്ഞൊരു കുട്ടി ബഫലോയുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുപോയതാണ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിർമാലിയുടെ ഫാമിൽ ഈ പറഞ്ഞ പോത്തിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പനോടൊപ്പം കൂട്ടിക്കൊണ്ട് പോയപ്പെട്ട വ്യക്തിയാണ് ഹാരിയ എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ ആര്യയ്ക്ക് സ്കൂൾ നിഷിദ്ധമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം ലോവർ ക്ലാസ്സിൽപ്പെട്ട ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു. ഹാരിയ ലുക്ക്ഡ് റെസ്റ്റ്ലെസ് വെൻ ഹി സോ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ റോ. ഹാരിക്ക് ഈ കുട്ടികളെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സങ്കടവും ഒരു വിമിഷ്ടവും ബുദ്ധിമുട്ടും എല്ലാം തോന്നിത്തുടങ്ങി. When they reached the destination, the tough boys went up the trees and other boys and girls ran all over the place. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? അവരവരുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അവർ അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കാൻ തുടങ്ങി. Wani and Brahmin boys played kabaddi since the Mahar boys could not join them, so they played touch and go. വാണി ബ്രാഹ്മിൺ ബോയ്സ് അത് ഹൈ ക്ലാസ്സാണ്. അവർ കബഡി കളിച്ചു. അവരുടെ കൂടെ കൂടാൻ മഹർ ബോയ്സിന് പറ്റില്ല. കാരണം എന്നാ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവരെന്ത് ചെയ്തു? അവർ ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കബഡി കളിക്കാൻ അവർ കൂട്ടത്തുമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു സെഗ്രിഗേഷൻ കാണാൻ പറ്റും, കാസ്റ്റ് സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ കാസ്റ്റിൻ്റെ കൂടെ കളിക്കാൻ ലോവർ ക്ലാസ്സിന് പറ്റത്തില്ല. ഇവിടെ നമുക്കറിയാം ദ നെറേറ്റർ വാച്ച് ദം ഫ്രം ഡിസ്റ്റൻസ്. നെറേറ്റർ ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ട്. ആഫ്റ്റർ ദ പ്ലേ ദേ സെറ്റിൽ ഡൗൺ ടു ഈറ്റ്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഹൈ കാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ഓൾ ടീച്ചേഴ്സ്, നിയർലി 100, sat in a circle under banyan tree.
അപ്പോൾ അവരെന്ത് ചെയ്തു, ഹൈ ക്ലാസ് കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഒന്നിച്ച് വട്ടത്തിലിരുന്ന് ബനിയൻ ട്രീൻ്റെ ചോട്ടിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ദ മഹർ ബോയ്സ് ആൻഡ് ഗേൾസ് വർ ആസ്ക്ഡ് ടു സിറ്റ് അണ്ടർ ദി അനദർ ട്രീ. അവരെ വേറെ സ്ഥലത്ത് ഇരുത്തിയാണ് ടീച്ചേഴ്സ് പോലും ഉണ്ടായത്. അപ്പം ടീച്ചേഴ്സിന് പോലും ഇത്തരത്തിലുള്ളൊരു സമീപനമാണ് ഉണ്ടായിരുന്നത്. They opened their bundles. The high caste children offered their food to them. The narrator wondered what would happen if he offered his chutney to his teacher. Narrator ചിന്തിക്കുക, ഞാൻ എൻ്റെ ചട്നിയും എൻ്റെ ഭാഗിരിയൊക്കെ കൂടിയിട്ട് ടീച്ചറിന് കൊണ്ടുപോയി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഉറപ്പാണ് അവിടെ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ചിലപ്പോൾ അത് വലിച്ചെറിയുകയും ചെയ്യും. എന്നാൽ ഹൈ ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ എന്താ പറയുക, ഒരു വലിയൊരു ഡിസ്പാരിറ്റിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ദ ഹൈ കാസ്റ്റ് ചിൽഡ്രൻ ഗേവ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ദെയർ ഫുഡ് ടു മഹർ ചിൽഡ്രൻ ആൻഡ് ദേ ഗ്രീറ്റ്ലി എറ്റ് ഇറ്റ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ എന്താ പറയുക ചട്നിയും ഈ ബാഗിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ ഹൈ ക്ലാസ് കുട്ടികളുടെ ചോറ്റുപാത്രം തുറന്നു കഴിഞ്ഞപ്പോൾ വന്ന വാസനയൊക്കെ വന്നപ്പോൾ അവർക്ക് കൊതിയൂറി. കാരണം അങ്ങനത്തെ നല്ല ഭക്ഷണമൊന്നും ഇവർ കുട്ടികൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ വിഷമവും എന്താ പറയുക തവിടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ഭക്ഷണമാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ഉമ്മി, തവിട് അങ്ങനെയുള്ള ഇതൊന്നും, അതുപോലെ തന്നെ എന്താ പറയുക മീനിലായിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹൈ ക്ലാസ് കുട്ടികളുടെ ഭക്ഷണം അവരുടെ മിച്ചം വന്നതൊക്കെയാണ് ഈ പറഞ്ഞ മഹർ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരത് വളരെ ആർത്തിയോടെ കഴിച്ചു എന്നാണ് ശരൺ കുമാർ ലിംബാലെ ഈ കഥയിൽ പറയുന്നത്. അവിടെ തന്നെ നോർത്ത് നോക്കി, ആ ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കാനെങ്കിലും അവർക്ക് ഭാഗ്യം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മഹർ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. He is rebuked sorely by his mother for not bringing some of the leftovers for the rest of the family to taste. ടൂറ് കഴിഞ്ഞ് തിരിച്ച് ഈ നറേറ്റർ വീട്ടിലെത്തിയപ്പോൾ അവർ കഴിച്ച മിച്ചം, ഈ ഭക്ഷണത്തിൻ്റെ മിച്ചം കഴിച്ചതിനെ പറ്റി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, നിനക്ക് കുറച്ചെങ്കിലും ഞങ്ങൾക്കും കൂടെ കൊണ്ടുവന്നുകൂടെയായിരുന്നു എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇത്ര നീചഹീന എന്താ പറയുക ഒരു പിക്ചറാണ് നമുക്ക് ഈ കഥ നമുക്ക് നൽകുന്നത്. On the next day after the picnic, the narrator goes to school. The teacher tells him to write an essay about the picnic of the previous day. As he sat thinking what to write, the teacher was very angry with him. He shouted, "You son of a bitch, start writing. You like eating an ox, don't you?" അപ്പോൾ അടുത്ത ദിവസം നറേറ്റർ സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ പറയുന്നു, ഈ മഹർ ബോയോട് പറയുന്നു, നീ ടൂറിനെ പറ്റി, കഴിഞ്ഞ ദിവസം പോയ ടൂറിനെ പറ്റി എഴുതാൻ പറയുന്നു. അവന് എന്ത് ചെയ്തു, ബോർഡിൻ്റെ മുമ്പിലെത്തി എഴുതാൻ പറ്റുന്നില്ല. അവൻ എന്താ ചിന്തിക്കുക, അവനിങ്ങനെ ചിന്തിച്ചോണം എന്താ എഴുതണം. അപ്പോൾ ടീച്ചർ ഉറക്കെ വിളിച്ചു പറയും, "യു സൺ ഓഫ് എ ബിച്ച്, നീ എഴുതടാ, നീ ഒരു കാളയെ പോലെ തിന്നല്ലോ, നിനക്ക് എഴുതാൻ പറ്റില്ലേ" എന്ന് ഉറക്കെ ആ ടീച്ചർ ആ കുട്ടിയോട് പറയുന്നു. Then the narrator took his slate and pencil, spat on the slate, smeared it, wiped the slate with his shirt, which was already dirty. He didn't know how and what to write. അവൻ എന്തെഴുതണമെന്നോ എങ്ങനെ എഴുതണമെന്നോ അവൻ അറിയത്തില്ല. അവൻ്റെ സ്ലേറ്റിലുണ്ടായിരുന്ന എല്ലാം അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഷർട്ട് കൊണ്ട് തന്നെ വൃത്തിയാക്കി. He kept thinking how they had sat in a circle under a tree eating. He remembers the hands of high caste boys and girls offering them their leftovers, the withered tree under which they sat, and the bundle of leftovers, the question of his mother asked, and the teacher calling him a son of a bitch and a beef eater. How could he start writing the essay his teacher had asked for? It was a real dilemma of Dalits. ഇതിൻ്റെ എൻഡിങ്ങാണ് ഏറ്റവും എന്താ പറയുക ട്രാജിക്കായിട്ട് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ആ കുട്ടിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്താണ് എഴുതുക, പിക്നിക്കിന് പോയ സന്തോഷത്തെപ്പറ്റി എഴുതാൻ പറഞ്ഞാൽ അവൻ എന്താണ് സന്തോഷം? ആക്ച്വലി കൂട്ടത്തിൽ കൂട്ടാത്ത, ഹൈ ക്ലാസ് കബഡി കളിക്കുമ്പോൾ കൂട്ടത്തിൽ കൂട്ടാത്ത കൂട്ടുകാരെ പറ്റി എഴുതുമോ? അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം വട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങളെ മാറ്റിയിരുത്തി വേറെ സ്ഥലത്തിരുത്തി ഭക്ഷണം കഴിച്ച് ടീച്ചേഴ്സിനെ പറ്റി എഴുതാൻ പറ്റുമോ? ഞങ്ങൾ എന്താ പറയുക, അവർ തന്ന മിച്ചം കഴിച്ച ആ ആർത്തിയെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ മിച്ചം കഴിച്ചു എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആ മിച്ചം കുറച്ച് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലേ എന്ന് അമ്മ ചോദിച്ച ആ ചോദ്യത്തെ പറ്റി പറയാൻ പറ്റുമോ? എന്നെ സൺ ഓഫ് എ ബിച്ചെന്നും ബീഫ് ഈറ്റർ എന്നൊക്കെ വിളിക്കുന്ന ഈ പറഞ്ഞ ഹൈ ക്ലാസ് ടീച്ചറിനെ പറ്റി എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് അവിടെ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ദ ക്വസ്റ്റ്യൻ ഓഫ് ദളിറ്റ്സ് ആണ്. ആക്ച്വലി ദി ആഗണി ഓഫ് ദളിറ്റ്സ് ആണ് ഇപ്പോൾ ഈ അവസാന എൻഡിങ് ഭാഗത്തായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് ഡെലേമ എന്ന് പറഞ്ഞാൽ സംശയങ്ങളുടെ നിഴലിലാണ് ദളിറ്റ്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ മഹർ കമ്മ്യൂണിറ്റിപ്പെട്ട, മഹറാണ് ആക്ച്വലി ലോവർ ക്ലാസ്, മഹർ കമ്മ്യൂണിറ്റിപ്പെട്ട ബോയ്സ് ആൻഡ് ഗേൾസ് ദേ സഫേർഡ് വിത്ത് ദ ഡിസ്പാരിറ്റി
shown by the teachers as well as the high caste children. സോ അവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ, വളരെ സർക്കാസ്റ്റിക്കായ രീതിയിൽ, അതുപോലെ തന്നെ വളരെ ക്വസ്റ്റ്യനിങ് ആയ രീതിയിൽ ദളിത് ലൈഫ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശരൺ കുമാർ ലംബാലെ ദി ഔട്ട്കാസ്റ്റ് എന്ന കഥയിലൂടെ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.